Hi, hello my dear students. Welcome to Shibu's Tips. ഷിബു ടിപ്സിൻ്റെ ലളിതമായി രസകരമായി എക്കണോമിക്സ് പഠിക്കാം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് +2 രണ്ടാം വർഷ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോമ്പിനേഷനുകളിലെ എല്ലാ എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ മുഹമ്മദ് അലി ഷിഹാബ്. രണ്ടാം വർഷ എക്കണോമിക്സ് ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഷിബു ടിപ്സിൻ്റെ എക്കണോമിക്സ് ക്ലാസ്സുകളുടെ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം എക്കണോമിക്സ് ക്ലാസ്. വെൽക്കം ടു ഷിബൂസ് ടിപ്സ്. എൻ്റെ പ്രിയപ്പെട്ട എക്കണോമിക്സ് വിദ്യാർത്ഥികളെ, നമ്മൾ പഠിക്കാൻ പോകുന്ന എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഒന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഉയർന്ന തൊഴിലവസരങ്ങളാണ് എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും കാത്തിരിക്കുന്നത്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് പോലെയുള്ള ഉയർന്ന തൊഴിലവസരങ്ങൾ എക്കണോമിക്സ് വിദ്യാർത്ഥികളെയും കാത്തിരിക്കുകയാണ്. സിവിൽ സർവീസ്, PSC മത്സര പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എക്കണോമിക്സ്. ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഭരണാധികാരികളും ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എക്കണോമിസ്റ്റുകളെയാണ്. സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ നോബൽ പ്രൈസ് ലഭിക്കുന്ന വിഷയമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് പഠിക്കുന്ന നമ്മൾ അഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി നട്ടെല്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എക്കണോമിക്സ് പഠിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട എക്കണോമിക്സ് വിദ്യാർത്ഥികളെ, നമുക്ക് എക്കണോമിക്സ് പഠിക്കാം ലളിതമായി രസകരമായി ഷിബൂസ് ടിപ്സിലൂടെ. എൻ്റെ പ്രിയപ്പെട്ട രണ്ടാം വർഷ എക്കണോമിക്സ് വിദ്യാർത്ഥികളെ, രണ്ടാം വർഷത്തിൽ നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. 2 മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. രണ്ടാം വർഷ എക്കണോമിക്സ് വിഷയം നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം. മലയാളത്തിൽ എക്കണോമിക്സ് പഠിച്ച് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്നോട് പലപ്പോഴും പങ്കുവെക്കുന്ന ഒരു ആശങ്കയാണ്, മലയാളത്തിൽ പരീക്ഷ എഴുതിയാൽ മാർക്ക് കുറഞ്ഞു പോകുമോ എന്ന ആശങ്ക. ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും നമുക്ക് ഒരേപോലെ മാർക്ക് ലഭിക്കുന്നതാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതിയാൽ മാർക്ക് കുറഞ്ഞു പോകുമോ എന്ന ആശങ്ക ഒരിക്കലും വേണ്ട. മലയാളത്തിൽ പഠിച്ച് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എക്കണോമിക്സ് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, എക്കണോമിക്സിലെ ടേംസുകളും കോൺസെപ്റ്റുകളും ഇംഗ്ലീഷിൽ കൂടി മനസ്സിലാക്കി വെക്കുന്നത് തുടർ പഠനത്തിന് ഉപകാരപ്രദമായിട്ട് മാറും. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്രോ എക്കണോമിക്സിലെ ആദ്യ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം നമുക്ക് ആരംഭിക്കാം. 2 പാർട്ടുകളായിട്ടാണ് ആദ്യ ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ ആദ്യ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്നാൽ എന്താണ്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്.
സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് which studies the economy and economic activities. സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, ഉപഭോഗം, മൂലധന സ്വരൂപണം, വിനിമയം, വിതരണം തുടങ്ങിയവയെക്കുറിച്ചും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും പഠിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഫാദർ ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഹു ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് 1776 പബ്ലിഷ് ചെയ്തിട്ടുള്ള വെൽത്ത് ഓഫ് നാഷൻസ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പഠിക്കാം. ഒറിജിൻ ഓഫ് എക്കണോമിക്സ്. ഗൃഹഭരണം എന്ന അർത്ഥം വരുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ഗൃഹഭരണം എന്ന അർത്ഥം വരുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. The word economics has been derived from the Greek word oikonomia, which means household management. ആദ്യകാലങ്ങളിൽ പൊളിറ്റിക്കൽ എക്കോണമി എന്ന പേരിലായിരുന്നു എക്കണോമിക്സ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് എക്കണോമിക്സ് എന്ന പേര് ഈ വിഷയത്തിന് നൽകിയത് പ്രസിദ്ധനായിട്ടുള്ള എക്കണോമിസ്റ്റ് ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അദ്ദേഹം മൈക്രോ എക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ജെഎം കെയ്ൻസ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ജെഎം കെയ്ൻസ്. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സാമ്പത്തിക ശാസ്ത്രത്തെ 2ആയി തരം തിരിച്ചിരിക്കുന്നു. എക്കണോമിക്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. 2 മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. 1933 റാഗ്നർ ഫ്രിഷ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മൈക്രോ മാക്രോ എന്ന ഈ തരംതിരിവ് ആദ്യമായി നടത്തിയിട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ചെറുത് അഥവാ സൂക്ഷ്മം എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് അഥവാ സൂക്ഷ്മം. ചെറുത് അഥവാ സൂക്ഷ്മം എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സിലെ മൈക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. The term micro is derived from the Greek word micros, which means small. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്.
Microeconomics is the study of individual units of the economy. എക്സാമ്പിൾ ആയിട്ട് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു സാധനത്തിന്റെ വില, സാധനം എന്തുമാകട്ടെ. പ്രൈസ് ഓഫ് എ പെൻ, ഒരു പേനയുടെ വില. പ്രൈസ് ഓഫ് എ കാർ, ഒരു കാറിന്റെ വില. പ്രൈസ് ഓഫ് എ ചോക്ലേറ്റ്, ഒരു ചോക്ലേറ്റിന്റെ വില. ഇവിടെയൊക്കെ ഒരു സാധനത്തിന്റെ വിലയെ കുറിച്ചാണ് പറയുന്നത്. ഇത് മൈക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ്. ഡിമാൻഡ് ഫോർ എ കൺസ്യൂമർ, ഒരു ഉപഭോക്താവിന്റെ ഡിമാൻഡ് അഥവാ ചോദനം, ഒരു ഉപഭോക്താവിന്റെ ഡിമാൻഡ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് ഉപഭോക്താക്കളുണ്ട്. അതിൽ ഒരു ഉപഭോക്താവിന്റെ ഡിമാൻഡിനെ കുറിച്ച് പറയുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. ഇൻകം ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു വ്യക്തിയുടെ വരുമാനത്തെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഒരു കമ്പനിയുടെ ലാഭം. ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിന് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ ഒരു എന്ന പദം വരുന്ന ഇതൊക്കെ എല്ലാം നമുക്ക് മൈക്രോ എക്കണോമിക്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൈക്രോ എക്കണോമിക്സ് പ്രൈസ് തിയറി അഥവാ വില സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്. വലുത് അഥവാ സ്ഥൂലം എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. മാക്രോ എക്കണോമിക്സിലെ മാക്രോ എന്ന പദം വലുത് അഥവാ സ്ഥൂലം എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. The term macro is derived from the Greek word macros, which means large or aggregates. വലുത് അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് എന്ന് അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തമായി നടത്തുന്ന പഠനമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ പഠനം നടത്തുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് എക്കോണമി ആസ് എ ഹോൾ. മാക്രോ എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ എക്കോണമി ആസ് എ ഹോൾ. സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ടോട്ടൽ. ടോട്ടലിനെ കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് അഗ്രിഗേറ്റ്സ്, ടോട്ടൽ, ആകെ, മൊത്തം, ആകെയെക്കുറിച്ച്, മൊത്തത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടോട്ടൽ ഡിമാൻഡ്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡ്, മൊത്തം ചോദനം മാക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ്. ടോട്ടൽ സപ്ലൈ, ഒരു അഗ്രിഗേറ്റ് സപ്ലൈ, മൊത്തം പ്രധാനം മാക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നു. നാഷണൽ ഇൻകം, ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം, ഒരു രാജ്യത്തെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്നു, അത് മാക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP, ഒരു രാജ്യത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്നു, മാക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ്. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇതൊക്കെ മാക്രോ എക്കണോമിക്സിന് ഉദാഹരണങ്ങളാണ്. കാരണം ഇവയൊക്കെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. മാക്രോ എക്കണോമിക്സ് ഇൻകം തിയറി അഥവാ വരുമാന സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സ് ഒരു സമ്പദ് വ്യവസ്ഥയെ ഒരു പുയുവിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ വേംസ് ഐ വ്യൂ. മാക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയെ ഒരു പക്ഷിയുടെ കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്. മൈക്രോ എക്കണോമിക്സ് വേംസ് ഐ വ്യൂ ആണ്. ഒരു പുയുവിന്റെ കണ്ണിലൂടെയാണ് മൈക്രോ എക്കണോമിക്സ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സ് ബേർഡ്സ് ഐ വ്യൂ ആണ്. ഒരു പക്ഷിയുടെ കണ്ണിലൂടെയാണ് മാക്രോ എക്കണോമിക്സ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. ആകാശത്തിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷി, അതിന്റെ കണ്ണിലൂടെ
താഴെയുള്ള വിശാലമായിട്ടുള്ള വനത്തെയും ആ വനത്തിലുള്ള ഓരോ മരത്തെയും അത് വിശാലമായിട്ട് കാണുന്നു. ഇത് മാക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ്. എന്നാൽ ആ പക്ഷി കണ്ട അതേ വനത്തിലുള്ള ഒരുപാട് മരങ്ങളുണ്ട്. അതിൽ ഒരു മരത്തിന്റെ ചുവട്ടിലെ വേരുകൾക്കിടയിലുള്ള ഒരു പുയു കാണുന്നത് വളരെ ചെറിയ ഒരു പ്രദേശം മാത്രമാണ്. ഇതുപോലെയാണ് മൈക്രോ എക്കണോമിക്സ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. ഇതാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച്, ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ മാക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠനം നടത്തുന്നു. മൈക്രോ എക്കണോമിക്സിലെ ആദ്യ ചാപ്റ്ററിന്റെ പാർട്ട് 2 രണ്ടാമത്തെ ഭാഗം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം തുടങ്ങിയ പ്രധാനപ്പെട്ട ഏരിയകളാണ് സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ ക്ലാസ് എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷിബു ടിപ്സിൻ്റെ എക്കണോമിക്സ് വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അസൈൻമെൻ്റായി നൽകുന്നു. സ്നേഹമുള്ള എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ, തീർച്ചയായിട്ടും അത് ചെയ്യണം. നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. താങ്ക് യു.